വികസിത കേരളം എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ്? സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടണം. അതിനാവശ്യമായി നമുക്ക് ആശുപത്രികൾ ഒരു അത്യന്താപേക്ഷിതമാണ്. പിന്നെ തൊഴിലവസരങ്ങൾ, യുവാക്കൾക്ക് തൊഴിൽ വളരെ കുറവാണ്. അതുപോലെ തൊഴിൽ ഇഷ്ടം പോലെ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് മാറ്റണം. നമുക്ക് എല്ലാവർക്കും തൊഴിൽ ഇഷ്ടം പോലെ വരണം. അപ്പോഴാണ് അവർ സാമ്പത്തിക ബാധ്യത നിലനിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്. സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും കൂടി വകയില്ലാണ്ട് അത്രയധികം കറണ്ട് ബില്ലും വെള്ള ബില്ല് അങ്ങനെയുള്ള ഒരുപാട് ബില്ലുകളും ചിലവുകൾ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ കൂടുതൽ വരണം. ആശുപത്രി അതേമാതിരിയുള്ള സൗജന്യ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതായിട്ട് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പ്രത്യേകം ഓരോ ഇതുണ്ടാക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അടുത്ത 5 വർഷത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയുന്ന പ്രധാന മാറ്റങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയും? റോഡുകൾ, പാലങ്ങൾ അത് ഒന്നും കൂടി വികസിച്ച് വരണം. അതുപോലെ തൊഴിലവസരങ്ങളാണ് ഒരു പ്രധാന ഇത്. പിന്നെ നമുക്ക് ആവശ്യമായ കൃഷി രീതികൾ ചെയ്യാൻ ഒന്നും ഇല്ല. ഇപ്പോൾ എല്ലാം കവുങ്ങും തെങ്ങും ഇതായി മാറി. പച്ചക്കറിയോ പഴങ്ങളോ അതുപോലെ നെൽകൃഷിയോ ഒന്നുമില്ല. എല്ലാം നമ്മൾ പൈസ കൊടുത്ത് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുത്തുകയാണ്. അതെല്ലാം മാറിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്കതിനെ വികസിപ്പിച്ചെടുക്കണം.